ഇപ്പോഴിതാ ഈ ഇഡിയുടെ നീക്കത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധം കൂടുതൽ ശക്തമാക്കാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. വിഷയം ഇടതുമുന്നണി നേതൃത്വം ഏറ്റെടുക്കുകയാണ്. ഇനിയും സംസ്ഥാനത്ത് വ്യാപകമാകുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം എന്നതാണ്. അവിടെ ഇതാ ഇടതുപക്ഷം പറയുന്നത്, ഒപ്പം CPIM പറയുന്നത് ഈ വിഷയത്തിൽ കൃത്യമായി രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. നേതാക്കളെ കേസിൽ കൊടുക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായി പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് CPIMന്റെ നീക്കം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ കൂടിയാണ് ചേരുന്നത്. അരുൺ, ഇന്നലെ ഈ പരിശോധന നടക്കുന്ന ഘട്ടത്തിലടക്കം ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം മുൻ മുഖ്യമന്ത്രിയടക്കം പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരടക്കം പരാമർശിച്ചു പോകുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിരോധം തീർക്കാൻ തയ്യാറെടുക്കുമ്പോൾ പോലും ഇവിടെ മുൻ മുഖ്യമന്ത്രിക്ക് നേരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് നേരെയോ ഡയറക്റ്റ് അല്ല ഈ അന്വേഷണം എന്നത് നമുക്കറിയാം. വീണ വിജയനുമായി ബന്ധപ്പെട്ട് വീണയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അവിടെ ഇപ്പോൾ തന്നെ, അതായത് ബിനീഷ് കോടിയേരിക്കില്ലാത്ത എന്ത് പരിഗണന വീണയ്ക്ക് നൽകുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇങ്ങനെ വാഹനമടക്കം തല്ലിത്തകർത്തുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർത്താൽ അതിന് പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തും എന്ന ചോദ്യമുണ്ട്. അതേസമയം CPIM ആകട്ടെ ഈ പ്രതിപക്ഷ നിരയിലേക്ക് എത്തിയതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ വലിയ തോതിൽ പാർട്ടിക്ക് ഐക്യമുണ്ടാക്കുന്നു എന്നും നിരീക്ഷിക്കുന്നുണ്ട്. ഘടകകക്ഷികളടക്കം ഇടതുമുന്നണിയിലെ CPI അടക്കം പൂർണ്ണമായും ഇതിനെ പിന്തുണയ്ക്കും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാമോ അരുൺ? ഘടകകക്ഷികളിൽ ബിനോയ് വിശ്വമാണ് ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. മറ്റ് മാത്യു ടി തോമസ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളും പ്രതികരിച്ചു. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധ മാർച്ചുകളാണ്. വൈകിട്ട് 5 മണിക്കാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. അങ്ങനെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതുമുന്നണി ഈ സമരം ഏറ്റെടുക്കുകയാണ്. അതായത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കം. അഭിലാഷ് സൂചിപ്പിച്ചത് ശരിയാണ്. പിണറായി വിജയനെതിരെ ഇപ്പോൾ അന്വേഷണമില്ല. പിണറായി വിജയനെതിരെ ഒരു FIR അല്ലെങ്കിൽ ഒരു പരാതിയോ ഇല്ല. പക്ഷേ ഇന്നലെ 8 മണിക്കൂറിലേറെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവിനെയാണ് അദ്ദേഹത്തിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത വിധം തടഞ്ഞുവച്ച, റെയ്ഡിൻ്റെ പേരിൽ തടഞ്ഞുവച്ച സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല. അദ്ദേഹം മകൾ വസതിയിലാണ് താമസിക്കുന്ന പേര് പറഞ്ഞ് പിണറായി അക്ഷരാർത്ഥത്തിൽ തടഞ്ഞു വെച്ചു എന്ന് CPM ആരോപിക്കുന്നു, ഇടതുമുന്നണി ആരോപിക്കുന്നു. മാത്രമല്ല ഈ അന്വേഷണം ഇപ്പോൾ വീണയാണെങ്കിൽ അത് ലക്ഷ്യം പിണറായി വിജയനാണ് എന്നതാണ് CPMന്റെ കണക്കുകൂട്ടൽ, ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ, മുഖ്യമന്ത്രിമാർക്കുമൊക്കെ എതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് പിണറായി വിജയന്റെ മകൾക്കെതിരായ ഇപ്പോഴത്തെ അന്വേഷണമെന്ന് CPM സമർത്ഥിക്കാൻ കാരണം. അത് പിണറായി വിജയൻ ഒതുങ്ങില്ല, അടുത്ത ഘട്ടം അത് വീണ വിജയനിൽ ഒതുങ്ങില്ല, അടുത്ത ഘട്ടം പിണറായിലേക്ക് അത് എത്തുമെന്ന് തന്നെ CPM കണക്ക് കൂട്ടുന്നു, ഉറപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇത്തരമൊരു നീക്കമുണ്ടാകുമെന്ന് CPM ആശങ്കപ്പെട്ടതാണ്. പക്ഷേ അന്നത് ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി വലിയ പരാജയം നേരിടുകയും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു അന്വേഷണം ഉണ്ടാകുന്നത്. അത് അവിടം കൊണ്ട് നിൽക്കില്ല. പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്താൻ അധിക സമയമില്ല എന്നൊരു കണക്കുകൂട്ടൽ CPMനുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു മുൻകൂട്ടിയുള്ള ഒരു പ്രതിരോധത്തിലേക്ക് CPM നീങ്ങുന്നത്. മറ്റൊരു പ്രസക്തമായ ചോദ്യം അഭിലാഷ് ചോദിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന്, ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ CPM എടുത്തൊരു സമീപനമുണ്ട്, പിണറായി വിജയൻ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. അത് വ്യക്തിക്കെതിരെയുള്ള നീക്കമാണ്, വ്യക്തിപരമായ കേസാണ്. കോടിയേരിയുടെ മകൻ പൊതുപ്രവർത്തകനല്ല. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. തന്റെ മകൻ പൊതുപ്രവർത്തകനല്ല, വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരെ പ്രശ്നം വരുമ്പോൾ അത് കുടുംബം നോക്കുമെന്ന്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ ഇപ്പോഴിതാ മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട് സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിലും എന്തെങ്കിലും പറയുമോ എന്ന് കൂടി ശ്രദ്ധിക്കാം. ഇന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന്, പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ, ഈ പെരുന്നാളിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൂടി നേരുകയാണ്.
ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ മറുപടി പറഞ്ഞിട്ടില്ല. അതിലൊരു മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തിയതിനു ശേഷം മലബാറിലേക്ക് വരികയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു. ഇന്നിപ്പോൾ പെരുന്നാൾ ദിവസം കൂടി ആയപ്പോൾ ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഇവിടെ വരാം, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഏതായാലും സന്തോഷമുണ്ട്. ഈ നല്ല സുദിനത്തിൽ സി എമ്മിന് ആതിഥ്യം വരളാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാത്തിലും ആശംസകൾ നേരുന്നു. ഇതാ ഇപ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു മറുപടിക്ക് വേണ്ടി ഇപ്പോഴും മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.